അങ്ങനെ നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യുന്ന ഷോപ്പിൻ്റെ ഫ്രണ്ടിലല്ല ബാക്കിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് തന്നെ നമ്മളെത്തി. 9:55 ആയപ്പം 10 o'clock ഇനാഗ്രേഷൻ. അച്ഛൻ 8:30 ആയപ്പോഴേ എത്തിയെന്നാണ് കേട്ടത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് കരുതിയതാണ് അമലിൻ്റെ വീട്ടിൽ. പക്ഷേ അമലാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഓണർ. അമൽ, പിന്നെ ക്രിഷാണോ വൃത്തിഷാണോ എനിക്ക് പേരറിയില്ല, ടോണി, 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെല്ലിംഗ്ബ്രോയിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നോർത്താംപ്ടണിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾ രാത്രി ഇവരുടെ അടുത്ത് വന്നിട്ടാണ് കീ മേടിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോപ്പിൻ്റെ അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ കയറുന്നതിൻ്റെ മുമ്പേ അത് കണ്ടതുകൊണ്ട് ഭയങ്കര കളർഫുള്ളായിട്ടാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചത്. ഇപ്പോൾ പുതിയ ഷോപ്പാണെങ്കിലും പഴയ ഷോപ്പാണെങ്കിലും ഒക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു ഷോപ്പിനകത്തോട്ട് കയറാൻ നേരത്തല്ലേ. അത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡ്സ് വെല്ലിംഗ്ബ്രോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അട്രാക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഡിസ്കൗണ്ടും സെയിലും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല റെഡ്യൂസ് പ്രൈസിലാണ് ഈ ഒരു ഫസ്റ്റ് 1 week റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് റെഡ്യൂസ് പ്രൈസിൽ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ആദ്യത്തെ 15 കസ്റ്റമേഴ്സിന് 10% ഓഫും ഉണ്ട്. UK വിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ദുബായിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ നോർത്താംപ്ടൺ വെല്ലിംഗ്ബ്രോയിലുള്ള എല്ലാ ആളുകളും നമ്മുടെ ട്രെൻഡ്സ് വെല്ലിംഗ്ബ്രോ സ്റ്റോറിനെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് വെല്ലിംഗ്ബ്രോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആളുകളെയും അതുപോലെ തന്നെ ഈ ടൗണും. ഏറ്റവും വലിയൊരു സന്തോഷവും ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മളെ ഇനാഗ്രേഷൻ ടൈം പറയാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് വരുമല്ലോ. പക്ഷേ രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ നമുക്ക് ഈ ഇനാഗ്രേഷൻ നടത്താൻ പറ്റി. അതിന് ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് അച്ഛനാണ്. അച്ഛൻ കൃത്യസമയത്ത് വന്നു, പ്രെയറും കാര്യങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് അതേ സമയത്ത് തന്നെ ഇനാഗ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. എല്ലാവരുടെയും ബ്ലെസ്സിങ്സോട് കൂടിയാണ് കേട്ടോ ഞാൻ ആദ്യത്തെ തിരി കൊളുത്തിയത്. ഒത്തിരി സന്തോഷം. ഈവൻ ഞാൻ തിരി കൊളുത്തിയെങ്കിലും ഒത്തിരി ആളുകളുടെ ഹാർഡ് വർക്കും പ്രേയേഴ്സും ബ്ലെസ്സിങ്സും ഈ ഷോപ്പിനുണ്ട്. 3 ഫ്രണ്ട്സ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ബൈ പ്രൊഫഷൻ ഇവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. 2 പേര് നേഴ്സും ഒരാൾ എൻജിനീയറുമാണ്. അങ്ങനെ അമലിനും വിജിത്തിനും ടോമിനും എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇനി ഇതുപോലെ ഒരുപാട് ട്രെൻഡ്സ് ഷോപ്പുകൾ ഇവർക്ക് സക്സസ്ഫുൾ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ പർച്ചേസ് നമ്മൾ ലെവിക്കുട്ടിനെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. എനിക്കത് ഒത്തിരി സന്തോഷമായി. അവന് ബില്ല് പേ ചെയ്ത് റെസിപ്റ്റ് മേടിക്കുന്നുണ്ട്. അപ്പം എന്തോ ഒരു പ്രൗഡ് മൊമെൻ്റ് ഫീലായിരുന്നു എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തത്. ലെവിക്കുട്ടിൻ്റെ ഉറക്കം അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല. രാവിലെ 3 മണിക്ക് കിടന്നിട്ട് 8:15 ആയപ്പോഴത്തേക്ക് എണീക്കുകയും ചെയ്തു. എന്നാലും ഞങ്ങളുടെ കൂടെ ദൈവകൃപയാൽ അവൻ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും തീരുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ. ഞാനൊരു 10 ടെസ്റ്റ് അടിച്ചു സംഭവം വർക്ക് ചെയ്തോണ്ടോ നോക്കട്ടെ. നമ്മുടെ ഗൾഫിലൊക്കെ കിട്ടുന്ന പോലെ അല്ലേ. ഫ്രണ്ട്സ് വെല്ലിംഗ്ബ്രോയിൽ നമ്മുടെ കറക്റ്റ് ടീം അവൈലബിൾ ആണ്. ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ. ഒള്ളി തിങ്സ് ലെവിക്കുട്ടിനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് എല്ലാവരുടെയും കൂടെ ഇങ്ങനെ നടക്കുന്നത് കാരണം എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ജ്യൂസും അതുപോലെ തന്നെ ചോക്ലേറ്റുമാണ്. ചോക്ലേറ്റ് അങ്ങനെ കഴിക്കുന്ന ആളല്ല, അങ്ങനെ പതിവില്ലാതെ കഴിച്ചിട്ടുണ്ട്. എന്താകും എന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഒത്തിരി ആളുകളെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു UK നിന്ന് പോകുന്നതിൻ്റെ മുമ്പേ. അവരെയൊക്കെ നമുക്ക് ഇവിടുന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. ഈവൻ ഫുഡാണെങ്കിലും ചൂടോട് കൂടി ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും നമുക്ക് ഇവരെല്ലാവരും സെർവ് ചെയ്തു. ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് ഞങ്ങൾ ഗോബി മഞ്ചൂരിയും സംഭവങ്ങളൊക്കെയാണ് കഴിച്ചത്. ഈവൻ ലഞ്ചും അവനൊന്നുമേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേ എനിക്കറിയാം എന്തെങ്കിലും പണി എനിക്ക് ഒപ്പിച്ച് തരാനുള്ള പരിപാടിയാണെന്ന്. കാരണം ഉറക്കം ശരിയായിട്ടില്ല, പിന്നെ ഫുഡും കറക്റ്റ് ആയിട്ടില്ല. കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്ക് അറിയാം അവരുടെ ഉറക്കവും അതുപോലെ തന്നെ ഫുഡും കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി അവർ നമുക്ക് വഴിയെ ഒപ്പിച്ചോണ്ട് വരും. ആ പണി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ദുബായ് കുനാഫ ചോക്ലേറ്റ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദുബായ് പോയി ഒറിജിനൽ വൺ ട്രൈ ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഞാൻ അവിടുന്ന് 1-2 ചോക്ലേറ്റ് മേടിച്ചു കേട്ടോ. കാരണം അക്കയുടെ അങ്ങോട്ടാണ് നമ്മൾ ഇനി നേരെ പോകുന്നത്, ലെസ്റ്ററിലേക്ക്. അപ്പോൾ പിള്ളേരും ട്രൈ ചെയ്തിട്ടില്ല, അവർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു പേര് തെറ്റിച്ച് പറഞ്ഞായിരുന്നു. ഒരു ഓണറിൻ്റെ പേര് ക്രിഷാണ്. ക്രിഷ് തന്നെയാണ്, പക്ഷേ ഇൻസ്റ്റ ID കൊടുത്തിരിക്കുന്നത് വിജിത്ത് അല്ലേ? യെസ്. അപ്പോൾ വിജിത്ത്
അമൽ സണ്ണി, നമ്മുടെ ടോണി ചേട്ടനും ഉണ്ട്. ടോണി ചേട്ടൻ കടയിലാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇപ്പം കടയുടെ സൈഡിലേക്ക് പോവാണ്. യെസ്, കൺഗ്രാറ്റുലേഷൻ. എൻ്റെ യൂട്യൂബിൽ ആക്ച്വലി ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞു, നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര നാളായി തൊട്ടിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ആണ്? 6 മാസം കഴിഞ്ഞു. 6 മാസം. അല്ല, ബൈ പ്രൊഫഷൻ എന്താണ്? നേഴ്സല്ലേ? ഞാൻ നേഴ്സാണ്, പുള്ളി എഞ്ചിനീയറാണ്, ടോണി നേഴ്സാണ്. ഓക്കെ, എല്ലാവരും അതൊക്കെ വിട്ട് ബിസിനസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. അതൊന്നും വിട്ടിട്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് UK വരാൻ നേരത്ത് കുറച്ച് കഴിയുന്നേരത്ത് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുകയാണ്. പച്ച പിടിച്ചാലോ പിടിക്കുക, എവിടെ പോകാതിരിക്കാൻ. ഞാനത് പറയാനുള്ള റീസൺ, ഹാർഡ് വർക്കിന് ദൈവം ഒരു ദിവസം പേ ചെയ്തിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കിന് ദൈവം അതിൻ്റെ റിസൾട്ട് തന്നിരിക്കും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വെൽ ഡൺ, സോ പ്രൗഡ് ഓഫ് യു. ഞാൻ ടോണി ചെന്നൈയും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാം. ഓക്കെ, താങ്ക് യു. എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. വിജിത്തിന്റെ ഭാര്യ എന്ത് ചെയ്യും? പേരെന്തോ? ശിവലക്ഷ്മി. നാട്ടിലാണ്. അപ്പം നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഞാനിങ്ങനെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നടന്നു. നമ്മളൊരു വ്ളോഗറല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ എടുത്തിരിക്കും. അതാണ് നമ്മുടെ ഡ്യൂട്ടി. യെസ്, അറിയത്തില്ല. അപ്പൊ ടോണി ചേട്ടനെയും കണ്ടിരിക്കുകയാണ് നമ്മൾ. ടോണി ചേട്ടാ, വെൽ ഡൺ. നേഴ്സാണെന്ന് ഞാൻ അറിഞ്ഞു. രണ്ടുപേരും നേഴ്സും ഒരാൾ എഞ്ചിനീയറും ഒക്കെയാണ്. അപ്പം ഇവരുടെ ഈ വെഞ്ചർ ഏറ്റവും അടിപൊളിയായിട്ട് വരട്ടെ. ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് സോ പ്രൗഡ് ഓഫ് യു ഗൈസ്. താങ്ക് യു. എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ ഇനിയും ഞാൻ വരുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അതെ, ദുബായി പോയാലും എനിക്ക് നാട്ടിൽ നിന്ന് വേണ്ട സാധനങ്ങൾ വേണമല്ലോ ഇവിടെ. ഇവിടെ ഉണ്ട്, പോയിട്ടില്ല. ഈ പുള്ളിനെ ഞാൻ ഒന്നും കൂടി പരിചയപ്പെടുത്തി. എന്താന്ന് പറയാ, നിങ്ങൾക്ക് കാര്യം അറിയില്ല. ഞാൻ ആക്ച്വലി ഒരുപാട് വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഒരു ബേബി ഉണ്ടാവണം. അപ്പൊ പുള്ളി പ്രയർ ചെയ്യാറുണ്ട്, എന്നെ കാണാറുണ്ട്. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ആദ്യമായിട്ട് എനിക്ക് മുഖത്തൊക്കെ ഒരു ക്ഷീണമുണ്ട് കേട്ടോ. പക്ഷെ ഒരു പെൺകുട്ടിയല്ല കണ്ടുപിടിച്ചത്, റിനീഷാണ് പറയുന്നത്. എന്തോ ഒരു വിശേഷം ഉണ്ടല്ലോ, അങ്ങനെയല്ല. എന്നെ പെങ്ങളായിട്ട് കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരാളാണ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കൂല ഇയാളെ. അപ്പൊ താങ്ക് യു.